യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, വായിച്ച ഭാഗം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായ്മ കൊണ്ട്, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായ്മ കൊണ്ട് നാം വായിച്ചു കേട്ടത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യമാണല്ലോ. ദാനിയേൽ പ്രവാചന പുസ്തകത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദാനിയേൽ പ്രവചന പുസ്തകം പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ പുതിയ നിയമം നാം പരിശോധിക്കുമ്പോൾ 27-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ ദാനിയേൽ പ്രവചന പുസ്തകം വെളിപ്പാട് പുസ്തകവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ പ്രവചന പുസ്തകത്തെ മുഴുവനായും പ്രവചന പുസ്തകങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. 12 അധ്യായങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഏകദേശം 8 അധ്യായത്തോളം മുഴുവനും പ്രവചന പുസ്തകങ്ങളായി നമുക്ക് കാണുവാൻ കഴിയുന്ന വെളിപ്പാട് പുസ്തകം നാം ചിന്തിക്കുമ്പോൾ, ആ പുസ്തകം നാം പരിശോധിച്ചു നോക്കുമ്പോൾ അതിനകത്ത് സംഭവിപ്പാനുള്ളതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ബലാൽ സംഭവിപ്പാനുള്ളതും ഒക്കെ ആയിട്ട്, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രവചനങ്ങള്, ഒരുപാട് വചനഭാഗങ്ങളും അതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതൊരു വലിയ പ്രവചന പുസ്തകമായി കാണുവാൻ തന്നെ ഇത് വിശ്വാസത്തിന്റെ പരിശോധനകൾ, വിശ്വാസ മേഖലയിൽ നമുക്ക് നേരിടാവുന്ന പരിശോധനകളെ വരച്ച് കാട്ടുന്ന ഒരു അധ്യായമായിട്ട് നാം വായിച്ച 3-ാം അധ്യായത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ദാനിയേൽ പ്രവചന പുസ്തകം BC 536 ആണ് എഴുതി അവസാനിപ്പിച്ചത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. 70 വർഷത്തെ ചരിത്രം ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 70 വർഷത്തെ ചരിത്രം ഉള്ളടങ്ങിയ ഒന്നാണ് ദാനിയേൽ പ്രവചന പുസ്തകം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ നാം വായിച്ച ഭാഗം 3-ാം അധ്യായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ പരിശോധന. നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസഗോളത്തിലായിരിക്കുമ്പോൾ, നാം വിശ്വാസത്താലും പ്രത്യാശയാലും എത്ര നാം ഉറച്ചു നിൽക്കുന്നുവോ, ആ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വരുന്ന പരിശോധന, നമുക്ക് നേരിടുന്ന പരിശോധന, നമുക്ക് നേരിടുന്ന പ്രതികൂലം, ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നാം എങ്ങനെ വിടുവിക്കപ്പെടും എന്ന് കാണുവാൻ കഴിയുന്ന, അത് പൂർണ്ണമായി വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു അധ്യായമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ നാം വായിച്ചു വരുമ്പോൾ നമുക്കിവിടെ രാജാവിനെ കാണുവാൻ കഴിയുന്നു. നെബൂഖദ്നേസർ രാജാവ്. ആ നെബൂഖദ്നേസർ രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൽദയരിൽ നിന്ന് 2-3 ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ദേശത്തിലെ മേൽവിചാരകന്മാരാക്കേണ്ടതിന് ഭാവിച്ചു. എന്തുകൊണ്ട് കൽദയർ യെരൂശലേമിലുള്ള ജനങ്ങളെ തിരഞ്ഞെടുപ്പാൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, അവർ വളരെ കോമളന്മാരെന്നോ, അവർ വളരെ ഊഷ്മളതയുള്ളവരെന്നോ, അവർ സകല കാര്യങ്ങളിലോ അവർ അത്യുത്സാഹികളെന്നും മനസ്സിലാക്കിയിട്ട് നെബൂഖദ്നേസർ രാജാവ് കൽദയരിൽ നിന്ന് 4 പേരെ കൊണ്ടുവന്ന് അവരുടെ ദേശത്തിൽ മേൽവിചാരകന്മാരാക്കാനായിട്ട് തീരുമാനിച്ചു. ആ അവസരത്തിൽ അവർക്കിവിടെ മറ്റൊരു പേരായിരുന്നു എങ്കിലോ, ഈ രാജ്യത്ത് കൊണ്ടുവന്നവരെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന പേരിലോ ദാനിയേൽ എന്ന പേരിലും അറിയപ്പെട്ടു. അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ദാനിയേൽ എഴുതിയെന്ന് കാണുവാൻ നമുക്ക് കഴിയുന്നു. അങ്ങനെ 4 സഹോദരങ്ങൾ വന്ന് ഈ രാജ്യത്തായിരുന്ന അവരുടെ ദേശത്തിലുള്ള സകല കാര്യാദികളെയും ചെയ്ത് ദേശവിചാരകന്മാരായിരുന്നു മുൻപോട്ട് കടന്നു പോകുമ്പോൾ 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, രാജാവ് ഒരു സ്വപ്നം കാണുന്നു. രാജാവ് ഒരു സ്വപ്നം കണ്ടു എങ്കിലോ രാജാവിന് സ്വപ്നം പൂർണ്ണമായി അവന്റെ മനസ്സിൽ ഓർമ്മയില്ലായിരുന്നു. എവിടൊക്കെയോ കണ്ട ചില ഭാഗങ്ങൾ മാത്രം അവൻ ഓർമ്മയുണ്ട്. നാം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പകൽക്കാലത്ത് നാം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ കാണും, ചില നമുക്ക് ഓർമ്മ കാണത്തില്ല. അതുപോലെ രാജാവ് സ്വപ്നം കണ്ടിട്ട് അവൻ അത് ഓർമ്മയില്ലാതെ ആയിരുന്ന ദേശത്തിലുള്ള സകല വിദ്വാൻമാരെയോ സകല മന്ത്രവാദികളെയും വിളിപ്പിച്ചിട്ട് രാജാവ് അവരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്തെന്ന് ഞാൻ അറിയുന്നില്ല.
നിങ്ങൾ സ്വപ്നം പറഞ്ഞ് അതിന്റെ അർത്ഥവും വ്യാഖ്യാനിപ്പാൻ ഓർപ്പിച്ചു. എന്നാൽ ആ ദേശത്തിലെ സകല വിദ്വാൻമാരോ സകല മന്ത്രവാദികളും തലകുത്തിരുന്ന് പരിശ്രമിച്ചിട്ടോ അവർ അന്ന് വരെ പഠിച്ച സകല മന്ത്രവാദങ്ങളും ഉപയോഗിച്ചിട്ടോ അവർ അന്ന് വരെ പഠിച്ച സകല അഭ്യാസങ്ങളും പ്രയോഗിച്ചിട്ടോ അവർക്ക് രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥമോ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. രാജവീതിയിൽ അവൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പറവാൻ കഴിയാത്ത ആരും ഈ ലോകത്തിൽ ഇരിക്കേണ്ട എന്നുള്ള ചിന്തയോടെ രാജാവ് സകല വിദ്വാൻമാരെയും കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. സകല വിചാരകന്മാരെയും കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ ഇരിക്കെ ആ കാര്യം ദാനിയേലിന്റെ ചെവിയിലെത്തി. ദാനിയേലിനോട് വന്ന് പറയുവാൻ വന്ന മനുഷ്യനോട് ചോദിച്ചു, എന്താ രാജാവ് ഇത്രയും കഠിനമായ ഒരു കൽപ്പന പുറപ്പെടുവിപ്പാൻ കാരണോ? ആ പുരുഷൻ ദാനിയേലിനോട് പറഞ്ഞു, രാജാവ് ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നവും പറഞ്ഞ് അതിന്റെ വ്യാഖ്യാനവും വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂലോകത്ത് ജീവിച്ചിരിപ്പാൻ സാധ്യതയുള്ളൂ. ദൈവകൃപയിൽ നിറഞ്ഞവനായ സങ്കീർത്തനം ഞാൻ ഓർപ്പിച്ചതുപോലെ യഹോവ പക്ഷത്തുണ്ടായിരുന്നതായ ദാനിയേൽ പറഞ്ഞു, ഞാൻ ആ കാര്യം പറഞ്ഞ് അത് ബോധിപ്പിക്കാം, അതിന്റെ അർത്ഥം ഞാൻ ബോധിപ്പിക്കാമെന്ന് പറഞ്ഞാനന്തരം ആ പുരുഷൻ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുപോവുകയോ രാജാവ് കണ്ട സ്വപ്നത്തെ കുറിച്ച് അവൻ വളരെ വിശദമായി വിശദീകരിക്കുകയും ചെയ്തു. എന്താ രാജാവ് കണ്ട സ്വപ്നം? ഒരു വലിയ ബിംബം ഉണ്ടായിരിക്കുന്നു. ആ ബിംബത്തെ നമസ്കരിക്കുന്ന ഒരവസ്ഥ രാജാവ് കണ്ടു. 3-ാം അധ്യായം തുടക്കം നിന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഈ 2-ാം അധ്യായത്തിൽ കണ്ട അതേ രൂപത്തിൽ 2-ാം അധ്യായത്തിൽ രാജാവ് കണ്ട സ്വപ്നത്തിൻ പ്രകാരം അവൻ 60 മുഴം പൊക്കത്തിൽ 6 മുഴം വണ്ണത്തിൽ ഒരു ബിംബമുണ്ടാക്കി ദുരാസമഭൂമിയിൽ നിർത്തിയിട്ട് ദേശമെങ്ങും ഒരു വിളംബരമുണ്ടായി. രാജാവ് നിർത്തിയ ആ ബിംബത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ആ ദേശത്തിലുള്ള ആരും മറ്റൊരു ദേവന്മാരെയും ആരാധിപ്പാനോ നമസ്കരിപ്പാനോ പാടില്ല. വായിക്കാം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. മതി, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവജനത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വായിപ്പിച്ചത്. നെബൂഖദ്നേസർ രാജാവ് 60 മുഴം പൊക്കവും 6 മുഴം വണ്ണവുമുള്ള ഒരു ബിംബം ഉണ്ടാക്കി ദൂരാസമഭൂമിയിൽ നിർത്തി. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട്, ഇവിടെ ഇരുന്നാലും വായിക്കണ്ട, ഇങ്ങോട്ട് നോക്കി വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. സമയമില്ല വീട്ടിൽ പോയിട്ട് വായിക്കാൻ. നമുക്ക് ആ അധ്യായം മുഴുവൻ വായിച്ചു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും, ഞാൻ ഈ പറയുന്ന സകല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ട് മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ ചിന്തയിൽ ഒരു കഥ രൂപേണ നിൽക്കുകയും വരുന്ന നാളുകളിൽ നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുള്ള മുതൽക്കൂട്ടായി തീരുകയും ചെയ്യും. ഞാൻ വീണ്ടും വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ആ 1-ാം വാക്യത്തിൽ നാം വായിച്ചുവല്ലോ, നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അതിന്റെ പൊക്കം 60 മുഴവും അതിന്റെ വണ്ണം 6 മുഴവുമായിരുന്നു. അങ്ങനെ ഒരു ബിംബം ഉണ്ടാക്കി ദൂരാസമഭൂമിയിൽ നിർത്തിയിട്ട് ദേശം മുഴുവൻ ഒരു വിളംബരം ചെയ്തു. സകല ജനവും ആരും ഒരാൾ പോലും വിട്ടുപോകാതെ രാജാവ് നിർത്തിയ ഈ ബിംബത്തെ നമസ്കരിക്കണം. മറ്റൊരു ദൈവത്തെയും നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല, മറ്റൊരു ദൈവത്തെയും നിങ്ങൾ ആരാധിപ്പാൻ പാടില്ല എന്ന് പറയുവാനിടയായി. എന്നാൽ സകല ജനവും, ദേശത്തിലെ സകല ജനവും വിഴുന്ന് അവൻ നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചു. എങ്കിലോ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ച്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ദൈവജനമാകുന്ന, നമ്മെ വിളിച്ച് വേർതിരിച്ച് നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ മാത്രമേ നാം വീഴാനും നമസ്കരിപ്പാനും ഇടവരാവൂ. നമുക്കവിടെ താഴോട്ടുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. കൽദയിൽ നിന്ന് കൊണ്ടുവന്ന ആ 3 ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ബാലന്മാർ മാത്രം, സകല ജനങ്ങളോ, കുഞ്ഞുകുട്ടികളാകട്ടെ, ബാലന്മാരാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, ആരോ വിഴുന്ന രാജാവ് നിർത്തിയ ആ ബിംബത്തെ നമസ്കരിച്ചപ്പോഴോ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ, അവർ എബ്രായ ബാലന്മാരാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു, ദൈവിക സത്യം മുറുകെ പിടിക്കുന്നവരായിരുന്നു, ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായിരുന്നു. അവർ 3 പേരും മാത്രം നിവർന്നു നിന്നു. പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സകലതും നമുക്ക് പ്രതികൂലമായി വരാം, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി വരാം, ബന്ധുക്കൾ നമുക്ക് പ്രതികൂലമായി വരാം, സമൂഹം നമുക്ക് പ്രതികൂലമായി വരാം. ആ സാഹചര്യത്തിലോ ദൈവത്തെ തള്ളിപ്പറയുവാൻ നാം ഇടവരുത്തരുത്. ദൈവമാരെന്ന് ചിന്തിപ്പാൻ നാം ഇടവരുത്തരുത്. കൂട്ടുകാർ പലരോ ക്രിസ്ത്യാനി എന്തെന്നോ ക്രിസ്തുദേവനെ ദുഷിക്കുന്നതിനിടയിൽ നിന്ന് ചിരിച്ചു കൊടുക്കുവാനല്ല, നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവം നമ്മെ കരുണ മുഖാന്തരോ അവന്റെ കൃപ മുഖാന്തരം വിളിച്ച് വേർതിരിച്ച് നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നമ്മെ മുൻപോട്ട് നടത്തുന്ന ദൈവിക സാന്നിധ്യത്തിന്റെ മറവിൽ നാം ആയിരുന്ന് ഒരിക്കലും ദൈവത്തെ വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകരുത്. പ്രിയ ദൈവജനമേ, അവിടെ സംഭവിച്ചത് നമുക്ക് നോക്കാമോ? ആ 3 ബാലന്മാരും എഴുന്നേറ്റ് നിന്നു. ദേശത്തിലെ മറ്റു വിചാരകന്മാർ രാജാവിന്റെ അടുക്കൽ വന്ന് രാജാവിനോട് പറഞ്ഞു, നീ നിർത്തിയ ബിംബത്തെ സകല പേരും നമസ്കരിക്കണമെന്നല്ലയോ നീ ഉത്തരവിട്ടത്? എന്നാൽ എബ്രായ ബാലന്മാരായ 3 പേർ, നീ ഇവിടത്തെ മേൽവിചാരകന്മാരായി കൊണ്ടിരിക്കുന്ന 3 പേർ, അവർ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുന്നില്ല. രാജാവ് പറഞ്ഞു, ബിംബത്തെ നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയോ. പ്രിയ ദൈവജനമേ, എരിയുന്ന തീച്ചൂള പോലെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ, ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയൊന്നുമല്ല. പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. എന്നാൽ ആ പ്രതിസന്ധികളുടെ മധ്യത്തിലായിരിക്കുമ്പോഴോ നമ്മെ വിളിച്ച ദൈവം, നമ്മെ കരുതിയ ദൈവത്തിന്റെ കരുതൽ, നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, ദൈവം നമ്മെ കൊണ്ടുവന്ന വഴികൾ മറന്നു പോകാതെ അവിടെ എഴുന്നേറ്റ് നിന്ന് ഞാൻ ദൈവ പൈതലെന്ന് സമർപ്പിച്ച് നിൽപ്പാൻ തയ്യാറാകുന്നു എങ്കിൽ എരിയുന്ന തീച്ചൂളയൊന്നുമല്ല. പ്രിയ ദൈവജനമേ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു, ഈ 3 ബാലന്മാരോ രാജസന്നിധിയിലെത്തി. രാജാവ് അവരോട് ചോദിച്ചു, ഞാൻ നിർത്തിയ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കുന്നു? ഇല്ല. പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവരെ രാജാവ് പറഞ്ഞിട്ട്, രാജഭൃത്യന്മാർ പറഞ്ഞിട്ട് അവരങ്ങനെ ഒരു കാര്യത്തിന് മുതിരാതെ, ആ ബിംബത്തിന്റെ മുൻപിൽ കുനിഞ്ഞു വീഴാതെ, പ്രിയ ദൈവജനമേ, ദൈവശക്തി മുറുകെ പിടിച്ച്, ദൈവിക കരുണ മുറുകെ പിടിച്ച്, ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് അവർ മുൻപോട്ട് കടന്നുപോയി. രാജാവ് പറഞ്ഞു, പതിവിലും 7 മടങ്ങ് തീച്ചുള വർദ്ധിക്കട്ടെ. പ്രിയ ദൈവജനമേ, നാം ഒരു ദിവസം അരമണിക്കൂർ പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ, പിറ്റേ ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ, അരമണിക്കൂർ പ്രാർത്ഥിച്ച ദിവസത്തെക്കാൾ പ്രതികൂലം 1 മണിക്കൂർ പ്രാർത്ഥിച്ച ദിവസത്തിൽ വരാം. എന്നാൽ നാം ആ സാഹചര്യത്തിലായിരിക്കുമ്പോഴോ ദൈവിക
കരുണയും ദൈവിക ശക്തിയും പരിശുദ്ധാത്മാവിനെയും മുറുകെ പിടിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു എങ്കിൽ 770 മടങ്ങ് തീച്ചൂളയുടെ ചൂട് വർദ്ധിച്ചാലോ അതിനകത്ത് വീഴുന്ന നിനക്കൊന്നും സംഭവിപ്പാൻ ഇടവരികയില്ല. പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ട കാര്യം 7 മടങ്ങ് തീച്ചൂളയുടെ ചൂട് വർദ്ധിപ്പിച്ചു. ഭൃത്യന്മാർ 3 പേരെയും ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ബാലന്മാരെയും പിടിച്ചു കെട്ടി ആ തീച്ചൂളയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. ആ തീച്ചൂളയിൽ അവർ ചെന്ന് വീഴുമ്പോൾ രാജാവ് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചെന്ന തീച്ചൂളയുടെ മധ്യത്തിൽ വീഴുന്ന രാജാവ് രാജസിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, നമ്മൾ 3 പേരെയല്ലയോ അതിനകത്തേക്ക് ഇട്ടത്? 4ാമതായി ഒരുവൻ അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. നാം 3 പേരെ ഇട്ടെടുത്ത് എങ്ങനെ 4ാമനായി ഒരുവൻ വന്നു? രാജാവ് തന്നെ പറയുന്നു, അവൻ ദൈവപുത്രനോട് സദൃശ്യൻ. പ്രിയ ദൈവജനമേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എത്ര പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ വന്നോട്ടെ, എത്ര പ്രശ്നങ്ങളോ വന്നോട്ടെ, നമ്മുടെ കൂടെ 4ാമനായി കടന്നു വരുന്ന ഒരുവൻ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, സാഹചര്യങ്ങളുടെ നടുവിൽ 4ാമനായി കടന്നു വരുവാൻ കഴിവുള്ള ഒരു പിതാവിനെയാണ് നാം ആരാധിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയ ദൈവജനമേ, ആ തീച്ചൂളയുടെ മധ്യത്തിൽ 7 മടങ്ങ് വർദ്ധിച്ച തീച്ചൂളയും പ്രകാരം അവരെ 3 പേരെയും കൊണ്ടിട്ട ഭൃത്യന്മാർ അവിടെ മരിച്ചു വീണപ്പോൾ ആ 3 ബാലന്മാർ അവരുടെ തലമുടിക്ക് പോലും പൊള്ളലേൽക്കാതെ, അവരിട്ടിരുന്ന വസ്ത്രങ്ങൾക്ക് പൊള്ളലേൽക്കാതെ, അവരുടെ ശരീരങ്ങൾക്ക് പൊള്ളലേൽക്കാതെ അവരെ പുറത്തു കൊണ്ടുവന്നൊരു യഹോവ. പ്രിയ ദൈവജനമേ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 770 മടങ്ങ് തീച്ചൂള വർദ്ധിച്ചാലോ, 770 മടങ്ങ് പ്രശ്നങ്ങൾ വന്നാലോ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലോ, നമ്മെ കത്തിച്ചു കളയുവാൻ, തകർത്തു കളയുവാൻ, കൊന്നു കളയുവാൻ, മുടിച്ചു കളയുവാൻ ശത്രുവാകുന്നവൻ വാത് കെട്ടുമ്പോൾ, ശത്രുവാകുന്നവൻ പ്രതികൂലങ്ങൾ ഒരുക്കി കൊണ്ടുവരുമ്പോൾ നാം ദൈവസന്നിധിയിൽ താഴുവാൻ തയ്യാറായാൽ, നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ, നാം ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറായാൽ, 4ാമനായി ഒരുവൻ തീച്ചൂളയുടെ നടുവിൽ വന്ന, 4ാമനായി ഒരുവൻ തീച്ചൂളയുടെ നടുവിൽ വന്ന നമ്മെ വിടുവിച്ചു കൊണ്ടുപോകുവാൻ, പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊന്നുമില്ല എന്ന് കാണിപ്പാൻ, സകല പ്രശ്നങ്ങളെയും പ്രതികൂലയും തട്ടിമാറ്റിക്കൊണ്ട് മുൻപോട്ട് നമ്മെ കടന്നു കൊണ്ടുപോകുവാൻ മതിയായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്നുള്ള വസ്തുത ഇന്ന് പകൽക്കാലോ മനസ്സിലാക്കി ആരാധിപ്പാൻ, പിതാവിന്റെ സാന്നിധ്യത്തിൽ ആരാധിപ്പാൻ, ഓറികൾ ശമരഘടകസ്യാരകന്തുനി അർത്ഥമലഘടകസ്യാരകന്തുനി വൈണമരഘടകസ്യാരകേതുടൽ പ്രൗഢമരഘടകസ്യ. ദൈവജനമേ, നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നു, തീച്ചൂളയിൽ നിന്ന് അവരെ കരയിൽ കൊണ്ടുവന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 29-ാം വാക്യമാണല്ലോ നാം വായിച്ച് കേട്ടത്. അതിന്റെ 27-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും രാജമന്ത്രിമാരും ഒക്കെ വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും, അതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യം, തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽ ചട്ടയിൽ കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അതാണ് 27-ാം തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നാം ചിന്തിക്കേണ്ട കാര്യം, അവൻ മറ്റൊരു ബിംബത്തെ ഉണ്ടാക്കി അവിടെ വച്ചിട്ട് നമസ്കരിപ്പാൻ പറഞ്ഞപ്പോൾ ആ 3 ബാലന്മാർ കൂടെ നമസ്കരിച്ചു എങ്കിലുള്ള അവസ്ഥ
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ ദൈവിക സാന്നിധ്യം ഉയരുമായിരുന്നു. അവിടെ നമുക്ക് ദൈവത്തെ ഉയർത്തിപ്പിടിപ്പാൻ കഴിയുമായിരുന്നു. ബാലന്മാർ അവർക്ക് നൽകിയ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച അറിവിനനുസരിച്ച് അവർ ദൈവിക ശക്തിയെ മുറുകെ പിടിച്ചത് കൊണ്ട് എല്ലാവരും നമസ്കരിച്ച അവസ്ഥയിൽ, എല്ലാവരും കുമ്പിട്ട അവസ്ഥയിൽ അവർ 3 പേരും എഴുച്ചിരുന്നത് കൊണ്ട് രാജാവിന്റെ വായിൽ നിന്ന് പറയുന്നു, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവർ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വന്തം ദൂതനെ വിളിക്കുന്നുവല്ലോ. അതാണ് നാം വായിച്ചു കേട്ട വാക്യത്തിന്റെ മുഴുവൻ ഭാഗം. തന്റെ ദൈവത്തെ വിടാതെ, സ്വന്തം ദൈവത്തെ വിടാതെ, സ്വന്തം ദൈവത്തെ ഉറ്റുകൊടുക്കാതെ, സ്വന്തം ദൈവത്തെ തള്ളിപ്പറയാതെ അവൻ ഉറച്ചു നിന്നത് കൊണ്ട്, ആ ബാലന്മാർ ഉറച്ചു നിന്നത് കൊണ്ട് രാജാവിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യം നിങ്ങൾ കേൾക്കുന്നു. ആശ്രയിക്കുകയോ അവന്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാത്തത് കൊണ്ട് ദൈവം സ്വദൂതനെ വിടുവിച്ചിരിക്കുന്നുവല്ലോ. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് നാം വായിച്ചത്. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായ കൊണ്ട് നമുക്ക് നമ്മുടെ തലകളെ മടക്കാം, കണ്ണുകളെ അടയ്ക്കാം. പ്രിയ ദൈവജനമേ, നാം ചിന്തിക്കേണ്ട ഒരു ചിന്തയുണ്ട്. ഈ വിധത്തിൽ നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ലായ്ക കൊണ്ടാണ് നാം ഇന്നു പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നതെന്നുള്ള ചിന്ത. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട്. എന്താ നമുക്ക് മറ്റൊരു ദൈവത്തിന്റെ അടുത്ത് പോയാൽ അനുഗ്രഹങ്ങൾ ലഭിക്കയില്ലയോ, വിടുതലുകൾ ലഭിക്കയില്ലയോ? പല ക്രിസ്ത്യാനികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവൻ ഇന്നതുണ്ടല്ലോ, അവൻ നല്ല വീടിൽ പാർക്കുന്നുണ്ടല്ലോ. പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലുള്ള സകലതും ഈ ലോകത്തിൽ വിട്ടറിഞ്ഞ് നാം കടന്നു പോകൂ. നമുക്ക് ഇവിടെയുള്ളതൊക്കെയും ശാശ്വതമായതല്ല. ശാശ്വതമായ ഒരു ഭവനോ ക്രിസ്ത്യാനി എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കോ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവഹിത പ്രകാരം ജീവിക്കുന്ന, ദൈവത്തെ തള്ളി പറയാതെ ദൈവത്തിന് വേണ്ടി മുറുകെ പിടിച്ച്, ദൈവത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് കടന്നു പോകുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നിലവാരത്തിൽ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ശാശ്വത ഭവനത്തിലേക്ക് പോകുവാൻ, ആ ശാശ്വത ഭവനത്തിലോട്ട് എത്തിച്ചേരുവാൻ, തമ്പുരാനോട് കൂടെ ആയിരിക്കാൻ നാം എത്ര പേർ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ദേശം മുഴുവൻ എതിരായിരിക്കാം, സമൂഹം മുഴുവൻ എതിരായിരിക്കാം, കുടുംബങ്ങൾ മുഴുവൻ എതിരായിരിക്കാം, കൂട്ടുകാർ എതിരായിരിക്കാം, മാതാപിതാക്കൾ എതിരായിരിക്കാം. ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. സകലതും എതിരായാലോ നീ 7 മടങ്ങ് എരിയുന്ന തീച്ചൂളയ്ക്കകത്താണ് വീഴുന്നതെങ്കിലോ അതിന്റെ നടുവിൽ വന്ന് വിടുവിപ്പാൻ കഴിയുന്ന, അതിന്റെ നടുവിൽ വന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉദ്ധരിച്ച് കൊണ്ടുവരുവാൻ കഴിയുന്ന ആ തീച്ചൂളയുടെ നടുവിൽ നിന്ന് തലമുടിയിൽ പോലും അല്പം പോലും പൊടലേൽക്കാതെ, തീയുടെ മണം പോലും ഏൽക്കാതെ, അങ്ങനെയാണ് ദൈവവചനത്തിൽ പറയുന്നത്. തീയുടെ മണം പോലും ഏൽക്കാതെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് എത്ര വലുതായിക്കൊള്ളട്ടെ, അതൊന്നും ജീവിതത്തിൽ ക്ലേശമായി തീരുവാൻ അനുവദിക്കാതെ, പ്രതികൂലമായി തീരുവാൻ അനുവദിക്കാതെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവിക സാന്നിധ്യം
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു രാജാവേ. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ബാലന്മാരെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു കർത്താവേ. അവരുടെ ദൈവിക വിളി, അവരുടെ ദൈവത്തെ മുറുകെ പിടിച്ചുള്ള ആ നിൽപ്പ്, ദൈവിക സാന്നിധ്യത്തിൽ അവർ നിന്ന നിൽപ്പ് ഞങ്ങൾ മനസ്സിലാക്കുന്നു രാജാവേ. വരുന്ന നാളുകളിൽ കർത്താവേ, ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ പോലെ തീച്ചൂളയുടെ നടുവിൽ പോകും എന്നറിഞ്ഞിട്ട്, രാജകൽപ്പനയാണ് ഞങ്ങൾ ലംഘിക്കുന്നതെന്ന് അറിഞ്ഞിട്ട്, രാജാവിനെയാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് അറിഞ്ഞിട്ട്, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ വിളിപ്പാൻ ശക്തനാണെന്നില്ല പൂർണ്ണ മനസ്സുണ്ടായിരുന്നത് കൊണ്ട് 3 പേര് ഒരുപോലെ ദൈവത്തെ മുറുകെ പിടിച്ചു നിൽക്കുവാൻ, ഒരുപോലെ ദൈവത്തെ മുറുകെ പിടിച്ചു നിൽക്കുവാൻ, രാജകൽപ്പന ഞങ്ങൾ ധിക്കരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നിട്ടോ ദൈവത്തെ മുറുകെ പിടിച്ച്, ദൈവിക ശക്തി മുറുകെ പിടിച്ച് അവരുടെ ദൈവിക സാന്നിധ്യം ഇറങ്ങിയ കൃപകളെ ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, വരുന്ന നാളുകളിൽ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പ്രതികൂലങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാകാം, സാഹചര്യങ്ങൾ നമ്മെ തകർക്കുന്നതായിരിക്കാം. നാം ചിന്തിക്കും, മുൻപോട്ട് കടന്നുപോയാൽ ഇപ്പോൾ നാം തകർന്നു പോകും, ഇല്ലെങ്കിൽ നാം മുമ്പോട്ട് കടന്നുപോയാൽ ഇപ്പോൾ ശത്രു നമ്മെ താളടിയാക്കുമെന്ന് നാം ചിന്തിക്കുമ്പോൾ, ആ അവസ്ഥയിലും പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. തീച്ചൂളയുടെ കരയിൽ പോയപ്പോൾ ദൈവത്തിന് ദൈവ സാന്നിധ്യം ഇറങ്ങി അവരെ വിടുവിപ്പാൻ കഴിയുമായിരുന്നു. പ്രിയ ദൈവജനമേ, ആ രാജ്യമൊക്കെയോ രാജാവ് ഉൾപ്പെടെ ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിക്കണമെങ്കിൽ, സത്യദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ 70 മടങ്ങ് വർദ്ധിച്ച തീച്ചൂളയുടെ നടുവിൽ നിന്ന് അവരെ വിടുവിച്ചാലേ മതിയാകൂ എന്ന് തമ്പുരാൻ അറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ നാം തകർന്നു പോകുവാനോ മടുത്തു പോകുവാനും ഇടയായാൽ ദൈവിക സാന്നിധ്യം ദേശത്തിന്റെ എങ്ങനെ വെളിപ്പെട്ടു വരുമോ? പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നമുക്ക് വരുമ്പോൾ നാം ദൈവ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽപ്പാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ 70 മടങ്ങ് തീച്ചൂള വർദ്ധിച്ചാലോ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ യേശുവല്ല എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ കേൾക്കപ്പെട്ട ദൈവവചനങ്ങളുടെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തോട് ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിച്ച് ആരംഭിച്ചത് മുതൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം പകർന്ന് കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ നാളുകളായിരുന്ന മേഖലയിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം പകർന്ന് ഇത്രത്തോളം വിടുതലോട് കർത്താവെ, ഒരു ഞായറാഴ്ച കൂടെ കണ്ട് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ അങ്ങ് ഒരുക്കി തന്ന അവസരത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. കർത്താവെ, നിർവിചാരികളായി കർത്താവെ ആരാധന അലക്ഷ്യമായി കണ്ട ആരെങ്കിലും ഭവനത്തിലായിരിക്കുന്നു എങ്കിൽ വരുന്ന നാളുകൾ ദൈവമേ അവർ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവെ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ സകലത്തിൽ നിന്നും വിടുവിപ്പാൻ കഴിവുള്ള ശക്തനായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് മനസ്സിലാക്കി മുൻപോട്ട് ജീവിച്ചു പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ. അങ്ങയുടെ വലിയ സാന്നിധ്യം വരുന്ന ആളുകളിൽ പകരപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആലയത്തിലുള്ളായിരിക്കുന്ന സകല ജനത്തെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. വരുന്ന നാളുകൾ ദൈവമേ, അടുത്ത ആഴ്ചക്കാലം കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഴ്ചയായിരുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ, വിടുതലിന്റെ ഒരാഴ്ചയായിരുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലുണ്ടായിരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു തമ്പുരാനെ.
കർത്താവേ, ഈ ആലയത്തിലെ ദൈവഭൃത്യതയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന് വലിയ സാന്നിധ്യം പകരുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യാത്രാ മധ്യത്തിൽ വലിയ സാന്നിധ്യം പകരണം കർത്താവേ. പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ശബ്ദമുചിതമായി ചെയ്യുവാൻ കർത്താവ് വലിയ സാന്നിധ്യം കൃപയുടെ കരം പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഫെയ്ത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം അവന്റെ മേൽ പകരുന്ന കൃപകൾക്കായി, പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. കർത്താവേ, അവരെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഈ ദേശത്തിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം വരുന്ന നാളുകൾ നിറവടിയായി നിവർത്തിക്കപ്പെടുന്ന നിലവാരത്തിൽ കഴിഞ്ഞ നാളുകളായി ഈ നാളുകളായി അവർ സമയം വേർതിരിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഈ ദേശത്തിനൊരു ചലനം ഉണ്ടാക്കുവാൻ, വരുന്ന നാളുകളിൽ ദേശം ചലിക്കപ്പെടുവാൻ, പരിശുദ്ധയാത്മാവിന്റെ സാന്നിധ്യം ദേശത്തിന്മേൽ പകരപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേശത്തിൽ നിന്ന് ഒരു കൂട്ടം ജനം കർത്താവെ ആലയത്തിൽ ഓടിക്കൂടി വിടുതലുകളെ പ്രാപിപ്പാൻ, സത്യദൈവത്തിന്റെ സാക്ഷികളാകുവാൻ പിതാവേ ഇടവരുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, കർത്താവ് ഇത്രയും സമയം ദൈവവചനങ്ങളെ വിളിച്ച് പ്രസ്താവിപ്പാൻ എന്റെ നാവിന്മേൽ കൂടെ ഇരുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ബലഹീനതകൾ കർത്താവേ, എന്റെ ബലഹീനതകളൊന്ന് കർത്താവ് ഒരു കുറവായി കണക്കാക്കാതെ ഇത്രത്തോളം വിടുതലോട് ആരോഗ്യത്തോട് ആശ്വാസത്തോട് കാത്തു വരുവാനിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവമേ, കർത്താവ് ഞങ്ങൾ ഇപ്പോൾ പിരിയാമെന്നുമായി കൂടെ ഇരിക്കൂ. അങ്ങനെ വലിയ സാന്നിധ്യത്തിൻ മറവിൽ മറയ്ക്കൂ. കർത്താവിന്റെ നാളുകൾ ജനത്തെ കണ്ടുമുട്ടുമ്പോൾ കർത്താവയുടെ അനുഗ്രഹത്തിന്റെ ഒരു ദിവസമായിരുന്നു എന്ന് മനസ്സിലാക്കത്തക്ക നിലവാരത്തിൽ പരിശുദ്ധയാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം ജനത്തിന്മേൽ പകരുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം അങ്ങോട്ടേക്ക് വരവിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആശീർവാദം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കാവല സംസർഗ പരിപാലന കൂട്ടായ്മ ആലയത്തോട് ആലയം വിട്ടുപോകുന്ന ജനത്തോട് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട് അങ്ങയുടെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജനത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആ സ്ഥാനങ്ങളിൽ തന്നെ